അധ്യായം 28 അൽ ഖസ്വസ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 88. സംഭവ വിവരണങ്ങളെന്നാണ് ഖസ്വസിന്റെ ഭാഷാർത്ഥം. പൂർവിക സമൂഹങ്ങളുടെ ചരിത്രമാണ് ഉദ്ദേശ്യം. 25-ാം സൂക്തത്തിലാണ് ഈ പദം പ്രയോഗിച്ചത്. തൊട്ടു മുമ്പുള്ള അശ്ശുഅറാ, അന്നംല് എന്നീ അധ്യായങ്ങളെ തുടർന്നാണ് ഇത് അവതീർണമായത്. തൊട്ടു മുമ്പുള്ള അധ്യായങ്ങളിലേതു തന്നെയാണ് ഇതിലെയും പ്രമേയം. അത് സമർത്ഥിക്കാനായി മൂസാ നബിയുടെ ചരിത്രം വിശദമായും മറ്റു ചില പ്രവാചകന്മാരുടേത് ഭാഗികമായും സമർപ്പിക്കുന്നു. അവയിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളാൻ സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാസീൻ മീം. സുവ്യക്തമായ വേദപുസ്തകത്തിലെ വചനങ്ങളാണിത്. മൂസായുടെയും ഫിർഔന്റെയും ചില വൃത്താന്തങ്ങൾ നാം നിന്നെ വസ്തുനിഷ്ഠമായി ഓതിക്കേൾപ്പിക്കാം. വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടിയാണിത്. ഫിർഔൻ നാട്ടിൽ അഹങ്കരിച്ചു നടന്നു. അന്നാട്ടുകാരെ വിവിധ വിഭാഗങ്ങളാക്കി. അവരിലൊരു വിഭാഗത്തെ പറ്റേ ദുർബലമാക്കി. അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, പെൺമക്കളെ ജീവിക്കാൻ വിട്ടു. അവൻ നാശകാരികളിൽപ്പെട്ടവനായിരുന്നു തീർച്ച. എന്നാൽ ഭൂമിയിൽ മർദ്ദിച്ചൊതുക്കപ്പെട്ടവരോട് ഔദാര്യം കാണിക്കണമെന്ന് നാം ഉദ്ദേശിച്ചു. അവരെ നേതാക്കളും ഭൂമിയുടെ അവകാശികളുമാക്കണമെന്നും അവർക്ക് ഭൂമിയിൽ അധികാരം നൽകണമെന്നും അങ്ങനെ ഫിർഔനും ഹാമാനും അവരുടെ സൈന്യത്തിനും അവർ ആശങ്കിച്ചുകൊണ്ടിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കണമെന്നും. മൂസായുടെ മാതാവിന് നാം സന്ദേശം നൽകി, അവനെ മുലയൂട്ടുക, അഥവാ അവന്റെ കാര്യത്തിൽ നിനക്ക് ആശങ്ക തോന്നുന്നുവെങ്കിൽ അവനെ നീ പുഴയിലിടുക. പേടിക്കേണ്ട, ദുഃഖിക്കുകയും വേണ്ട. തീർച്ചയായും നാം അവനെ നിന്റെ അടുത്ത് തിരിച്ചെത്തിക്കും. അവനെ ദൈവദൂതന്മാരിലൊരുവനാക്കുകയും ചെയ്യും. അങ്ങനെ ഫിർഔന്റെ ആൾക്കാർ ആ കുട്ടിയെ കണ്ടെടുത്തു. അവസാനം അവൻ അവരുടെ ശത്രുവും ദുഃഖകാരണവുമാകാൻ സംശയമില്ല. ഫിർഔനും ഹാമാനും അവരുടെ പട്ടാളക്കാരും തീർത്തും തെറ്റുകാരായിരുന്നു. ഫിർഔന്റെ പത്നി പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും കണ്ണിന് കുളിർമയാണിവൻ. അതിനാൽ നിങ്ങളിവനെ കൊല്ലരുത്. നമുക്കിവൻ ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കിവനെ നമ്മുടെ മകനാക്കാമല്ലോ. അവർ ആ കുട്ടിയെ സംബന്ധിച്ച നിജസ്ഥിതി അറിഞ്ഞിരുന്നില്ല. മൂസായുടെ മാതാവിന്റെ മനസ്സ് അസ്വസ്ഥമായി. അവളുടെ മനസ്സിനെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവന്റെ കാര്യം അവൾ വെളിപ്പെടുത്തുമായിരുന്നു. അവൾ സത്യവിശ്വാസികളിൽപ്പെട്ടവളാകാനാണ് നാം അങ്ങനെ ചെയ്തത്. അവൾ ആ കുട്ടിയുടെ സഹോദരിയോട് പറഞ്ഞു, നീ അവന്റെ പിറകെ പോയി അന്വേഷിച്ചു നോക്കുക. അങ്ങനെ അവൾ അകലെ നിന്ന് അവനെ വീക്ഷിച്ചു. ഇതൊന്നും അവരറിയുന്നുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് മുലയൂട്ടുകാരികൾ മുല കൊടുക്കുന്നത് നാം മുമ്പേ വിലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂസായുടെ സഹോദരി പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വീട്ടുകാരെ പരിചയപ്പെടുത്തി തരട്ടെയോ? നിങ്ങൾക്ക് വേണ്ടി അവർ ഈ കുട്ടിയെ നന്നായി സംരക്ഷിച്ചുകൊള്ളും. അവർ കുട്ടിയോട് ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യും. ഇങ്ങനെ നാം മൂസായെ അവന്റെ മാതാവിന് തിരിച്ചേൽപ്പിച്ചു. അവളുടെ കണ്ണു കുളിർക്കാൻ, അവൾ ദുഃഖിക്കാതിരിക്കാനും, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് അവൾ അറിയാനും. എന്നാൽ അവരിലേറെ പേരും കാര്യം മനസ്സിലാക്കുന്നവരല്ല. അങ്ങനെ മൂസ കരുത്തു നേടുകയും പക്വത പ്രാപിക്കുകയും ചെയ്തപ്പോൾ നാം അവന് തീരുമാനശക്തിയും വിജ്ഞാനവും നൽകി. അவ்விധമാണ് സച്ചരിതർക്ക് നാം പ്രതിഫലം നൽകുക. നഗരവാസികൾ അശ്രദ്ധരായിരിക്കെ മൂസ അവിടെ കടന്നു ചെന്നു. അപ്പോൾ രണ്ടുപേർ തമ്മിൽ തല്ലുകൂടുന്നത് അദ്ദേഹം കണ്ടു. ഒരാൾ തന്റെ കക്ഷിയിൽപ്പെട്ടവനാണ്, അപരൻ ശത്രുവിഭാഗത്തിലുള്ളവനും. തന്റെ കക്ഷിയിൽപ്പെട്ടവൻ ശത്രുവിഭാഗത്തിലുള്ളവനെതിരെ മൂസായോട് സഹായം തേടി. അപ്പോൾ മൂസ അയാളെ ഇടിച്ചു. അതവന്റെ കഥ കഴിച്ചു. മൂസ പറഞ്ഞു, ഇത് പിശാചിന്റെ ചെയ്തികളിൽപ്പെട്ടതാണ്.
സംശയമില്ല, അവൻ പ്രത്യക്ഷ ശത്രുവാണ്, വഴി പിഴപ്പിക്കുന്നവനും. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും ഞാൻ എന്നോട് തന്നെ അക്രമം കാണിച്ചിരിക്കുന്നു. അതിനാൽ നീ എനിക്ക് പുറത്തു തരേണമേ. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, നീ എനിക്ക് ധാരാളം അനുഗ്രഹം തന്നല്ലോ. അതിനാൽ ഞാൻ ഇനിയൊരിക്കലും കുറ്റവാളികൾക്ക് തുണയാവുകയില്ല. അടുത്ത പ്രഭാതത്തിൽ പേടിയോടെ പാത്തും പതുങ്ങിയും മൂസ പട്ടണത്തിൽ പ്രവേശിച്ചു. അപ്പോഴതാ തലേനാൾ തന്നോട് സഹായം തേടിയ അതേ ആൾ അന്നും സഹായത്തിനായി മുറവിളി കൂട്ടുന്നു. മൂസ അയാളോട് പറഞ്ഞു, നീ വ്യക്തമായും ദുർമാർഗി തന്നെ. അങ്ങനെ അദ്ദേഹം അവരിരുവരുടെയും ശത്രുവായ ആളെ പിടികൂടാൻ തുനിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇന്നലെ നീ ഒരുവനെ കൊന്ന പോലെ ഇന്ന് നീ എന്നെയും കൊല്ലാൻ ഉദ്ദേശിക്കുകയാണോ? ഇന്നാട്ടിലെ ഒരു മേലാളനാകാൻ മാത്രമാണ് നീ ആഗ്രഹിക്കുന്നത്, നന്മ വരുത്തുന്ന നല്ലവനാകാനല്ല. അപ്പോൾ പട്ടണത്തിന്റെ അറ്റത്തുനിന്ന് ഒരാൾ ഓടിവന്നു. അയാൾ പറഞ്ഞു, ഓ മൂസ, താങ്കളെ കൊല്ലാൻ നാട്ടിലെ പ്രധാനികൾ ആലോചിക്കുന്നുണ്ട്. അതിനാൽ ഒട്ടും വൈകാതെ താങ്കൾ ഇവിടെ നിന്ന് പുറത്തുപോയി രക്ഷപ്പെട്ടുകൊള്ളുക. തീർച്ചയായും ഞാൻ താങ്കളുടെ ഗുണകാംക്ഷികളിൽ ഒരാളാണ്. അങ്ങനെ മൂസ പേടിയോടും കരുതലോടും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ നാഥ, അക്രമികളായ ഈ ജനതയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. മദിയന്റെ നേരെ യാത്ര തിരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥൻ എന്നെ ശരിയായ വഴിയിലൂടെ നയിച്ചേക്കാം. മദിയനിലെ ജലാശയത്തിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുന്നത് കണ്ടു. അവരിൽ നിന്ന് വിട്ടുമാറി 2 സ്ത്രീകൾ ആടുകളെ തടഞ്ഞു നിർത്തുന്നതായി. അതിനാൽ അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നമെന്താണ്? അവരിരുവരും പറഞ്ഞു, ആ ഇടയന്മാർ അവരുടെ ആടുകളെ തിരിച്ചു കൊണ്ടുപോകും വരെ ഞങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാനാവില്ല. ഞങ്ങളുടെ പിതാവാണെങ്കിൽ അവശനായ ഒരു വൃദ്ധനാണ്. അപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി അവയെ വെള്ളം കുടിപ്പിച്ചു. പിന്നീട് ഒരു തണലിൽ ചെന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ നാഥ, നീ എനിക്കിറക്കിത്തന്ന ഏതൊരു നന്മയ്ക്കും ഏറെ ആവശ്യമുള്ളവനാണ് ഞാൻ. അപ്പോൾ ആ 2 സ്ത്രീകളിൽ ഒരുവൾ ലജ്ജയോടെ അദ്ദേഹത്തെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കുടിപ്പിച്ചു. അതിനുള്ള പ്രതിഫലം തരാനായി താങ്കളെ എന്റെ പിതാവ് വിളിക്കുന്നുണ്ട്. അങ്ങനെ മൂസ അദ്ദേഹത്തിന്റെ അടുത്തെത്തി തന്റെ കഥകളൊക്കെയും വിവരിച്ചു കൊടുത്തു. അത് കേട്ട് ആ വൃദ്ധൻ പറഞ്ഞു, പേടിക്കേണ്ട, അക്രമികളിൽ നിന്ന് താങ്കൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ 2 സ്ത്രീകളിൽ ഒരുവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് ഇദ്ദേഹത്തെ നമ്മുടെ ജോലിക്കാരനാക്കിയാലും തീർച്ചയായും അങ്ങ് ജോലിക്കാരായി നിശ്ചയിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ ശക്തനും വിശ്വസ്തനുമായിട്ടുള്ളവനാണ്. വൃദ്ധൻ പറഞ്ഞു, എന്റെ ഈ 2 പെൺമക്കളിൽ ഒരുവളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുള്ള വ്യവസ്ഥ ഇതാണ്: 8 കൊല്ലം നീ എനിക്ക് പണിയെടുക്കണം. അഥവാ 10 കൊല്ലം പൂർത്തിയാക്കുകയാണെങ്കിൽ അതു നിന്റെ ഇഷ്ടം. ഞാൻ നിന്നെ ഒട്ടും കഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നല്ലവനാണെന്ന് നിനക്ക് കണ്ടറിയാം, അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ. മൂസ പറഞ്ഞു, നമുക്കിടയിലുള്ള വ്യവസ്ഥ അതുതന്നെ. 2 അവധികളിൽ ഏത് പൂർത്തീകരിച്ചാലും പിന്നെ എനിക്ക് വിഷമമരുത്. നാം ഇപ്പറയുന്നതിന് അല്ലാഹു സാക്ഷി. അങ്ങനെ മൂസ ആ അവധി പൂർത്തിയാക്കി. പിന്നെ തന്റെ കുടുംബത്തെയും കൂട്ടി യാത്ര തിരിച്ചു. അപ്പോൾ ആ മലയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം തീ കണ്ടു. മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞു, നിൽക്കൂ, ഞാൻ ഒരു തീ കാണുന്നുണ്ട്. അവിടെ നിന്ന് വല്ല വിവരവുമായി വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തീക്കൊള്ളി കൊണ്ടുവന്നു തരാം. നിങ്ങൾക്ക് തീ കായാമല്ലോ. അങ്ങനെ അദ്ദേഹം അതിനടുത്തെത്തി. അപ്പോൾ അനുഗ്രഹീതമായ ആ പ്രദേശത്തെ താഴ്വരയുടെ വലതുവശത്തെ വൃക്ഷത്തിൽ നിന്ന് ഒരശരീരിയുണ്ടായി.
മൂസ, സംശയം വേണ്ട, ഞാനാണ് അല്ലാഹു, സർവലോക സംരക്ഷകൻ. നിന്റെ വടി താഴെയിടൂ. അതോടെ അത് പാമ്പിനെപ്പോലെ ഇഴയാൻ തുടങ്ങി. ഇത് കണ്ട് അദ്ദേഹം പേടിച്ച് പിന്തിരിഞ്ഞോടി, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അല്ലാഹു പറഞ്ഞു, മൂസ, തിരിച്ചു വരിക, പേടിക്കേണ്ട, നീ തികച്ചും സുരക്ഷിതനാണ്. നീ നിന്റെ കൈ കുപ്പായത്തിന്റെ മാറിലേക്ക് കടത്തിവെക്കുക. ന്യൂനതയൊന്നുമില്ലാതെ വെളുത്തു തിളങ്ങുന്നതായി അത് പുറത്തുവരും. പേടി വിട്ടുപോകാൻ നിന്റെ കൈ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ഫിർഔന്റെയും അവന്റെ പ്രമാണിമാരുടെയും അടുത്തേക്ക് നിന്റെ നാഥനിൽ നിന്നുള്ള തെളിവുകളാണ് ഇവ രണ്ടും. അവർ ഏറെ ധിക്കാരികളായ ജനം തന്നെ. മൂസ പറഞ്ഞു, എന്റെ നാഥ, അവരിലൊരുവനെ ഞാൻ കൊന്നിട്ടുണ്ട്. അതിനാൽ അവരെന്നെ കൊന്നുകളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ സ്ഫുടമായി സംസാരിക്കാൻ കഴിയുന്നവനാണ്. അതിനാൽ അവനെ എന്നോടൊപ്പം എനിക്കൊരു സഹായിയായി അയച്ചു തരിക. അവൻ എന്റെ സത്യത ബോധ്യപ്പെടുത്തിക്കൊള്ളും. അവരെന്നെ തള്ളിപ്പറയുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. അല്ലാഹു പറഞ്ഞു, നിന്റെ സഹോദരനിലൂടെ നിന്റെ കൈക്ക് നാം കരുത്തേകും. നിങ്ങൾക്കിരുവർക്കും നാം സ്വാധീനമുണ്ടാക്കും. അതിനാൽ അവർക്ക് നിങ്ങളെ ദ്രോഹിക്കാനാവില്ല. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാരണം നിങ്ങളും നിങ്ങളെ പിന്തുടർന്നവരും തന്നെയായിരിക്കും വിജയികൾ. അങ്ങനെ നമ്മുടെ വളരെ പ്രകടമായ അടയാളങ്ങളുമായി മൂസ അവരുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, ഇത് കെട്ടിച്ചമച്ച ജാലവിദ്യയല്ലാതൊന്നുമല്ല. നമ്മുടെ പൂർവ്വപിതാക്കളിൽ ഇങ്ങനെയൊന്നു നാം കേട്ടിട്ടേയില്ലല്ലോ. മൂസ പറഞ്ഞു, എന്റെ നാഥന് നന്നായി അറിയാം അവന്റെ അടുത്തുനിന്ന് നേർവഴിയുമായി വന്നത് ആരാണെന്ന്. ഈ ലോകത്തിന്റെ അന്ത്യം ആർക്കനുകൂലമാകുമെന്നും തീർച്ചയായും അക്രമികൾ വിജയിക്കുകയില്ല. ഫിർഔൻ പറഞ്ഞു, അല്ലയോ പ്രമാണിമാരെ, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ദൈവമുള്ളതായി എനിക്കറിയില്ല. അതിനാൽ ഹാമാനെ, എനിക്കുവേണ്ടി കളിമണ്ണ് ചുട്ട് അത്യുന്നതമായ ഒരു ഗോപുരമുണ്ടാക്കുക. മൂസയുടെ ദൈവത്തെ ഞാനൊന്ന് എത്തിനോക്കട്ടെ. ഉറപ്പായും അവൻ കള്ളം പറയുന്നവനാണെന്ന് ഞാൻ കരുതുന്നു. അവനും അവന്റെ പടയാളികളും ഭൂമിയിൽ അന്യായമായി അഹങ്കരിച്ചു. നമ്മിലേക്ക് മടങ്ങിവരില്ലെന്നാണ് അവർ വിചാരിച്ചത്. അതിനാൽ അവനെയും അവന്റെ പടയാളികളെയും നാം പിടികൂടി കടലിലെറിഞ്ഞു. നോക്കൂ, ആ അക്രമികളുടെ അന്ത്യം എவ்விധമായിരുന്നുവെന്ന്. അവരെ നാം നരകത്തിലേക്ക് വിളിക്കുന്ന നായകന്മാരാക്കി. ഒന്നുറപ്പ്, ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവർക്കൊരു സഹായവും ലഭിക്കുകയില്ല. ഈ ലോകത്ത് ശാപം അവരെ പിന്തുടരുന്ന അവസ്ഥ നാം ഉണ്ടാക്കി. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഉറപ്പായും അവർ തന്നെയായിരിക്കും അങ്ങേയറ്റം നീചന്മാർ. മൂസാക്കു നാം വേദപുസ്തകം നൽകി. മുൻ തലമുറകളെ നശിപ്പിച്ച ശേഷമാണത്. ജനങ്ങൾക്ക് ഉൾക്കാഴ്ചയും നേർവഴിയും അനുഗ്രഹവുമായാണത്. ഒരു വേള അവർ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ. മൂസാക്കു നാം വേദപുസ്തകം നൽകി. മുൻ തലമുറകളെ നശിപ്പിച്ച ശേഷമാണത്. ജനങ്ങൾക്ക് ഉൾക്കാഴ്ചയും നേർവഴിയും അനുഗ്രഹവുമായാണത്. ഒരു വേള അവർ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ. മൂസാക്കു നാം നിയമപ്രമാണം നൽകിയപ്പോൾ ആ പശ്ചിമദിക്കിൽ നീയുണ്ടായിരുന്നില്ല. അതിന് സാക്ഷിയായവരിലും നീയുണ്ടായിരുന്നില്ല. എന്നല്ല, പിന്നീട് പല തലമുറകളെയും നാം കരുപ്പിടിപ്പിച്ചു. അവരിലൂടെ കുറെ കാലം കടന്നുപോയി. നമ്മുടെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് മദിയൻകാരിലും നീയുണ്ടായിരുന്നില്ല. എങ്കിലും നാം സന്ദേശവാഹകരെ അയക്കുകയായിരുന്നു. നാം മൂസയെ വിളിച്ചപ്പോൾ ആ മലയുടെ ഭാഗത്തും നീയുണ്ടായിരുന്നില്ല. എന്നാൽ നിന്റെ നാഥന്റെ അനുഗ്രഹത്താൽ ഇതൊക്കെ നിനക്കറിയിച്ചു തരികയാണ്. ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണിത്. നിനക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനും അവരിൽ വന്നെത്തിയിട്ടില്ല. അവർ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കാം. തങ്ങളുടെ തന്നെ കൈകൾ നേരത്തെ പ്രവർത്തിച്ചതിന്റെ ഫലമായി വല്ല വിപത്തും അവരെ ബാധിച്ചാൽ അവർ ഇങ്ങനെ പറയാതിരിക്കാനാണ് നാം നിന്നെ അയച്ചത്. ഞങ്ങളുടെ നാഥ,
ഞങ്ങളിലേക്ക് ഒരു ദൂതനെ നിനക്ക് നിയോഗിച്ചുകൂടായിരുന്നു? എങ്കിൽ ഞങ്ങൾ നിന്റെ കൽപ്പനകൾ പിൻപറ്റുകയും സത്യവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്യുമായിരുന്നല്ലോ. എന്നാൽ നമ്മിൽ നിന്നുള്ള സത്യം വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു, മൂസാക്ക് ലഭിച്ചതുപോലുള്ള ദൃഷ്ടാന്തം ഇവന് കിട്ടാത്തതെന്ത്? എന്നാൽ മൂസാക്ക് ദൃഷ്ടാന്തം കിട്ടിയിട്ടും ജനം അദ്ദേഹത്തെ തള്ളിപ്പറയുകയല്ലേ ചെയ്തത്? അവർ പറഞ്ഞു, പരസ്പരം പിന്തുണയ്ക്കുന്ന രണ്ട് ജാലവിദ്യക്കാർ. അവർ ഇത്ര കൂടി പറഞ്ഞു, ഞങ്ങളിതാ ഇതിനെയൊക്കെ തള്ളിപ്പറയുന്നു. പറയുക, ഇവ രണ്ടിനേക്കാളും നേർവഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥം അല്ലാഹുവിങ്കൽ നിന്നിങ്ങ് കൊണ്ടുവരൂ, ഞാനത് പിൻപറ്റാം, നിങ്ങൾ സത്യവാദികളെങ്കിൽ. അഥവാ അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അറിയുക, തങ്ങളുടെ തന്നിഷ്ടങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അല്ലാഹുവിൽ നിന്നുള്ള മാർഗദർശനമൊന്നുമില്ലാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവനേക്കാൾ വഴി പിഴച്ചവനായി ആരുമില്ല. സംശയമില്ല, അല്ലാഹു അക്രമികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. നാം അവർക്ക് നമ്മുടെ വചനം അടിക്കടി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിലോ? ഇതിനു മുമ്പ് നാം വേദപുസ്തകം നൽകിയവർ ഇതിൽ വിശ്വസിക്കുന്നു. ഇത് അവരെ ഓതി കേൾപ്പിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. സംശയമില്ല, ഇത് ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെ. തീർച്ചയായും ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നുവല്ലോ. അവർ നന്നായി ക്ഷമിച്ചു, അതിനാൽ അവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. അവർ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നവരാണ്. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരും. പാഴ്മൊഴികൾ കേട്ടാൽ അവരതിൽ നിന്ന് വിട്ടകലും. എന്നിട്ടിങ്ങനെ പറയും, ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങൾക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങളും. അവിവേകികളുടെ കൂട്ട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്കു സലാം. സംശയമില്ല, നിനക്കിഷ്ടപ്പെട്ടവരെ നേർവഴിയിലാക്കാൻ നിനക്കാവില്ല. എന്നാൽ അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. നേർവഴി നേടുന്നവരെപ്പറ്റി നന്നായി അറിയുന്നവനാണവൻ. അവർ പറയുന്നു, ഞങ്ങൾ നിന്നോടൊപ്പം നീ നിർദ്ദേശിക്കും വിധം നേർവഴി സ്വീകരിച്ചാൽ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പിഴുതെറിയും. എന്നാൽ നിർഭയമായ ഹറം നാം അവർക്ക് വാസസ്ഥലമായി ഒരുക്കിക്കൊടുത്തിട്ടില്ലേ? എല്ലാ ഇനം പഴങ്ങളും ശേഖരിച്ച് നാം അവിടെ കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ പക്കൽ നിന്നുള്ള ഉപജീവനമാണത്. പക്ഷേ അവരിലേറെ പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. അവിടുത്തുകാർ ജീവിതാസ്വാദനത്തിൽ മതിമറന്ന് അഹങ്കരിക്കുന്നവരായിരുന്നു. അതാ അവരുടെ പാർപ്പിടങ്ങൾ. അവർക്ക് ശേഷം അല്പം ചിലരല്ലാതെ അവിടെ താമസിച്ചിട്ടില്ല. അവസാനം അവയുടെ അവകാശി നാം തന്നെയായി. നിന്റെ നാഥൻ ഒരു നാടിനെയും നശിപ്പിക്കുകയില്ല. ജനങ്ങൾക്ക് നമ്മുടെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്ന ദൂതനെ നാടിന്റെ കേന്ദ്രത്തിലേക്ക് നിയോഗിച്ചിട്ടല്ലാതെ, നാട്ടുകാർ അക്രമികളായിരിക്കെയല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് കൈവന്നതെല്ലാം കേവലം ഐഹിക ജീവിത വിഭവങ്ങളും അതിന്റെ അലങ്കാര വസ്തുക്കളുമാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ് അത്യുത്തമം, അനശ്വരമായിട്ടുള്ളതും അതുതന്നെ. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നാം ഒരാൾക്ക് നല്ലൊരു വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം അയാൾക്ക് സഫലമാകും. മറ്റൊരാളെ നാം ഐഹിക ജീവിത വിഭവങ്ങൾ ആസ്വദിപ്പിച്ചു, പിന്നീട് അയാളെ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നോവേറിയ ശിക്ഷയ്ക്കായി ഹാജരാക്കും. ഇരുവരും ഒരേപോലെയാണോ? അല്ലാഹു അവരെ വിളിക്കുന്ന ദിവസം എന്നിട്ടിങ്ങനെ ചോദിക്കും, എനിക്ക് നിങ്ങൾ സങ്കൽപ്പിച്ചു വച്ചിരുന്ന ആ പങ്കാളികളെവിടെ? ശിക്ഷാവചനം ബാധകമായത് ആരിലാണോ അവർ അന്ന് പറയും, ഞങ്ങളുടെ നാഥ, ഇവരെയാണ് ഞങ്ങൾ വഴിപിഴപ്പിച്ചത്. ഞങ്ങൾ വഴിപിഴച്ച പോലെ ഞങ്ങൾ ഇവരെയും പിഴപ്പിച്ചു. ഞങ്ങളിതാ നിന്റെ മുന്നിൽ ഉത്തരവാദിത്തമൊഴിയുന്നു. ഞങ്ങളെയല്ല ഇവർ പൂജിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇവരോടിങ്ങനെ പറയും, നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ. അപ്പോഴിവർ അവരെ വിളിച്ചു നോക്കും. എന്നാൽ അവർ ഇവർക്ക് ഉത്തരം നൽകുകയില്ല. ഇവരോ
ശിക്ഷ നേരിൽ കാണുകയും ചെയ്യും. ഇവർ നേർവഴിയിലായിരുന്നെങ്കിൽ. അല്ലാഹു അവരെ വിളിക്കുന്ന ദിവസത്തെ ഓർക്കുക. അന്ന് അവൻ ചോദിക്കും, ദൈവദൂതന്മാർക്ക് എന്തു ഉത്തരമാണ് നിങ്ങൾ നൽകിയത്? അന്നാളിൽ വർത്തമാനമൊന്നും പറയാൻ അവർക്കാവില്ല. അവർക്കൊന്നും പരസ്പരം ചോദിക്കാൻ പോലും കഴിയില്ല. എന്നാൽ പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവൻ വിജയികളിൽ ഉൾപ്പെട്ടേക്കാം. നിന്റെ നാഥൻ താൻ ഇച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു, താൻ ഇച്ഛിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നു. മനുഷ്യർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പങ്കുമില്ല. അല്ലാഹു ഏറെ പരിശുദ്ധനാണ്. അവർ പങ്കുചേർക്കുന്നവയ്ക്കെല്ലാം അതീതനും. അവരുടെ നെഞ്ചകം ഒളിപ്പിച്ചു വെക്കുന്നതും അവർ വെളിപ്പെടുത്തുന്നതുമെല്ലാം നിന്റെ നാഥൻ നന്നായി അറിയുന്നു. അവനാണ് അല്ലാഹു. അവനല്ലാതെ ദൈവമില്ല. ഈ ലോകത്തും പരലോകത്തും സ്തുതിയൊക്കെയും അവനാണ്. കൽപ്പനാധികാരവും അവന് തന്നെ. നിങ്ങളൊക്കെ മടങ്ങിച്ചെല്ലുക അവങ്കലേക്കാണ്. പറയുക, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ അല്ലാഹു നിങ്ങളിൽ രാവിനെ സ്ഥിരമായി നിലനിർത്തുന്നുവെന്ന് കരുതുക. എങ്കിൽ അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് വെളിച്ചമെത്തിച്ചു തരാൻ മറ്റേത് ദൈവമാണുള്ളത്? നിങ്ങൾ കേൾക്കുന്നില്ലേ? പറയുക, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെ അല്ലാഹു നിങ്ങളിൽ പകലിനെ സ്ഥിരമായി നിലനിർത്തുന്നുവെന്ന് കരുതുക. എങ്കിൽ നിങ്ങൾക്ക് വിശ്രമത്തിന് രാവിനെ കൊണ്ടുവന്നു തരാൻ അല്ലാഹുവെ കൂടാതെ മറ്റേത് ദൈവമാണുള്ളത്? നിങ്ങൾ കണ്ടറിയുന്നില്ലേ? അവന്റെ അനുഗ്രഹത്താൽ അവൻ നിങ്ങൾക്ക് രാപ്പകലുകൾ നിശ്ചയിച്ചു തന്നു. നിങ്ങൾക്ക് വിശ്രമിക്കാനും അവന്റെ അനുഗ്രഹങ്ങൾ തേടാനുമാണിത്. നിങ്ങൾ നന്ദിയുള്ളവരായെങ്കിലോ? ഒരു ദിനം വരും, അന്ന് അല്ലാഹു അവരെ വിളിക്കും. എന്നിട്ടിങ്ങനെ ചോദിക്കും, നിങ്ങൾ സങ്കൽപ്പിച്ചു വച്ചിരുന്ന ആ പങ്കാളികളെവിടെ? ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം അന്ന് രംഗത്ത് വരുത്തും. എന്നിട്ട് നാം അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ. സത്യം അല്ലാഹുവിന്റേതാണെന്ന് അപ്പോൾ അവരറിയും. അവർ കെട്ടിച്ചമച്ചിരുന്നതൊക്കെയും അവരിൽ നിന്ന് തെന്നിമാറുകയും ചെയ്യും. ഖാറൂൻ മൂസയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. അവൻ അവർക്കെതിരെ അതിക്രമം കാണിച്ചു. നാം അവന് ധാരാളം ഖജനാവുകൾ നൽകി. കരുത്തരായ ഒരു കൂട്ടം മല്ലന്മാർ പോലും അവയുടെ താക്കോൽക്കൂട്ടം ചുമക്കാൻ ഏറെ പ്രയാസപ്പെട്ടിരുന്നു. അയാളുടെ ജനത ഇങ്ങനെ പറഞ്ഞ സന്ദർഭം: നീ ഊറ്റം കൊള്ളരുത്. ഊറ്റം കൊള്ളുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു നിനക്ക് തന്നതിലൂടെ നീ പരലോക വിജയം തേടുക. എന്നാൽ ഇവിടെ ഇഹലോക ജീവിതത്തിൽ നിനക്കുള്ള വിഹിതം മറക്കാതിരിക്കുക. അല്ലാഹു നിനക്ക് നന്മ ചെയ്ത പോലെ നീയും നന്മ ചെയ്യുക. നാട്ടിൽ നാശം വരുത്താൻ തുനിയരുത്. നാശകാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഖാറൂൻ പറഞ്ഞു, എനിക്കിതൊക്കെ കിട്ടിയത് എന്റെ വശമുള്ള വിദ്യ കൊണ്ടാണ്. അവൻ അറിഞ്ഞിട്ടില്ലേ, അവന് മുമ്പ് അവനേക്കാൾ കരുത്തും സംഘബലവുമുണ്ടായിരുന്ന അനേകം തലമുറകളെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടെന്ന്? കുറ്റവാളികളോട് അവരുടെ കുറ്റങ്ങളെക്കുറിച്ച് ചോദിക്കുക പോലുമില്ല. അങ്ങനെ അവൻ എല്ലാവിധ ആർഭാടങ്ങളോടും കൂടി ജനത്തിനിടയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അതുകണ്ട് ഐഹിക ജീവിത സുഖം കൊതിക്കുന്നവർ പറഞ്ഞു, ഖാറൂന് കിട്ടിയതുപോലുള്ളത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. ഖാറൂൻ മഹാഭാഗ്യവാൻ തന്നെ. എന്നാൽ അറിവുള്ളവർ പറഞ്ഞതിങ്ങനെയാണ്: നിങ്ങൾക്ക് നാശം. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവന് അല്ലാഹുവിന്റെ പ്രതിഫലമാണ് ഏറ്റവും നല്ലത്. എന്നാൽ ക്ഷമാശീലർക്കല്ലാതെ അത് ലഭ്യമല്ല. അങ്ങനെ അവനെയും അവന്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തി. അപ്പോൾ അല്ലാഹു ഒഴികെ അവനെ സഹായിക്കാൻ അവന്റെ കക്ഷികളാരുമുണ്ടായില്ല. സ്വന്തത്തിന് സഹായിയാകാൻ അവന് സാധിച്ചതുമില്ല. അതോടെ ഇന്നലെ അവന്റെ സ്ഥാനം മോഹിച്ചിരുന്ന അതേ ആളുകൾ പറഞ്ഞു, കഷ്ടം! അല്ലാഹു തന്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് ഉപജീവനം ഉദാരമായി നൽകുന്നു.
അവൻ ഇച്ഛിക്കുന്നവർക്ക് ഇടുക്കം വരുത്തുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മോട് ഔദാര്യം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മെയും അവൻ ഭൂമിയിൽ ആഴ്ത്തിക്കളയുമായിരുന്നു. കഷ്ടം, സത്യനിഷേധികൾ വിജയം വരിക്കുകയില്ല. ആ പരലോക ഭവനം നാം സജ്ജമാക്കിയത് ഭൂമിയിൽ ധിക്കാരമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാണ്. ഒന്നുറപ്പ്, അന്തിമ വിജയം സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമാണ്. നന്മയുമായി വരുന്നവന് അതിനേക്കാൾ മെച്ചമായത് പ്രതിഫലമായി കിട്ടും. എന്നാൽ ആരെങ്കിലും തിന്മയുമായി വരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചതിനനുസരിച്ച പ്രതിഫലമേ അവർക്കുണ്ടാവുകയുള്ളൂ. നിശ്ചയമായും നിനക്ക് ഈ ഖുർആൻ ജീവിതക്രമമായി നിശ്ചയിച്ചവൻ നിന്നെ മഹത്തായ ഒരു പരിണതിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. പറയുക, എന്റെ നാഥന് നന്നായി അറിയാം നേർവഴിയുമായി വന്നവനാരെന്ന്, വ്യക്തമായ വഴികേടിലകപ്പെട്ടവനാരെന്നും. നിനക്ക് ഈ വേദപുസ്തകം ഇറക്കപ്പെടുമെന്ന് നീയൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിന്റെ നാഥനിൽ നിന്നുള്ള കാരുണ്യമാണിത്. അതിനാൽ നീ സത്യനിഷേധികൾക്ക് തുണയാകരുത്. അല്ലാഹുവിന്റെ വചനങ്ങൾ നിനക്കിറക്കി കിട്ടിയ ശേഷം സത്യനിഷേധികൾ നിന്നെ അതിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ. നീ ജനങ്ങളെ നിന്റെ നാഥനിലേക്ക് ക്ഷണിക്കുക. ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത്. അല്ലാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അവനല്ലാതെ ദൈവമില്ല. സകല വസ്തുക്കളും നശിക്കും, അവന്റെ സത്തയൊഴികെ. അവനു മാത്രമേ കൽപ്പനാധികാരമുള്ളൂ. നിങ്ങളെല്ലാവരും അവങ്കിലേക്ക് തിരിച്ചു ചെല്ലുന്നവരാണ്.